ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. പ്രിയപ്പെട്ട ക്യൂസ്പോർട്ടിലെ വിദ്യാർത്ഥിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ സകല അനുഗ്രഹങ്ങളും സദാസമയവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ. നമ്മൾ ഒരു വർഷമായിട്ട് ഖുർആന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ രീതിയിൽ ഖുർആൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. ഖുർആനിലെ അംസാലുകൾ, ഉപമകൾ പഠിച്ചു. അതുപോലെ തന്നെ ഖുർആനിലെ ഖസസ്, ഖുർആനിലെ കഥകൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഖുർആനിലെ മിറാക്കിൾസ്, എജാസ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ഖുർആനിലെ ആയത്തുകളും സൂറത്തുകളും നമ്മൾ അർത്ഥസഹിതം പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഖുർആനുമായിട്ട് നമ്മളെല്ലാ വൈകുന്നേരങ്ങളും നമ്മുടെ വൈകുന്നേരങ്ങളൊക്കെ ഖുർആനുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ കഴിച്ചു കൂട്ടിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഖുർആൻ എന്തൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ആ പഠനം കൊണ്ടുണ്ടായിട്ടുള്ളത്, യഥാർത്ഥത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഖുർആൻ എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഒരു ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടാകും. ഇസ്ലാമിക ചരിത്രവും അതുപോലെ തന്നെ വൈജ്ഞാനിക ചരിത്രവും ഒക്കെ വായിക്കുന്നവർ ഒരുപാട് തവണ കേട്ടിട്ടുള്ളൊരു പേരായിരിക്കും ഇത്. ഇമാം ഗസ്സാലി ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവരുടെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ട ആളെ നമ്മൾ കൊണ്ടുപോയി ഖബറിൽ മറമാടുകയും ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് കിട്ടിയത്. അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത. നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് ശിഷ്യന്മാരോട് ഗസ്സാലി ചോദിച്ചത്. ശിഷ്യന്മാരെല്ലാം ഒരൊറ്റ സ്വരത്തിൽ വളരെ വേഗത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഏറ്റവും ആദ്യം ഏറ്റവും വേഗത്തിൽ ആ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കും. ഗസ്സാലി ചോദിച്ചു, എന്തിന്? എന്താണ് കാരണം? അങ്ങനെ വേഗത്തിൽ പോകുന്ന എന്തിനാണ്? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളിതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. മരണത്തിന് ശേഷമുള്ളത് എന്താണ്, ഖബറിൽ നടക്കാനുള്ളതൊക്കെ ഞങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ട ഒരാളാണല്ലോ ഖബറിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചറിയുവാനുള്ള ആഗ്രഹം കൊണ്ടും കൗതുകം കൊണ്ടുമാണ് ഞങ്ങൾ ഏറ്റവും വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നത് എന്ന് ഗസ്സാലിയോട് ശിഷ്യന്മാർ മറുപടി പറഞ്ഞ ഉടനെ തന്നെ ഗസ്സാലി അവരോട് പറഞ്ഞു, എങ്കിൽ അങ്ങനെ ഒന്ന് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഖബറിനകത്തെന്ത് സംഭവിക്കുന്നു, പരലോകത്തെന്ത് നടക്കുന്നു, എൻ്റെ മരണശേഷം എനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം അറിയുന്ന ഒന്ന് നിങ്ങളുടെ വീട്ടിലുണ്ട്. എല്ലാവരും അത്ഭുതത്തോട് ചോദിച്ചു, ആരാണ്, എന്താണത്? ഗസ്സാലി പറഞ്ഞു, അത് നിങ്ങളുടെ അലമാറയിലുള്ള, നിങ്ങളുടെ അടുത്തുള്ള ഖുർആനാണ്, വിശുദ്ധ ഖുർആനാണ്. അതാണ് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്ന ഗ്രന്ഥം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സഹോദരന്മാരെ, കുട്ടികളെ, മക്കളെ, ഇതാണ് ഖുർആൻ കൊണ്ടുള്ള ഉപകാരം. നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുള്ള കാറ്റലോഗാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ കാറ്റലോഗാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക, ഞാൻ എന്തൊക്കെ ചെയ്താൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എൻ്റെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ ക്ലിയറായിട്ട് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഗ്രന്ഥം, അതാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ കാറ്റലോഗ് എന്ന് എനിക്ക് പറയാം. നമുക്ക് മൊബൈൽ വാങ്ങുമ്പോൾ ഒരു കാറ്റലോഗ് കിട്ടും. ആ കാറ്റലോഗ് അനുസരിച്ചാണ് നമ്മൾ അത് വർക്ക് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ അത് യഥാർത്ഥത്തിൽ അതിന് ആയുസ് ഉണ്ടാവുകയില്ല. അപ്പോൾ ആ കാറ്റലോഗ് എനിക്കറിയാത്ത ഏതോ ഒരു ഭാഷയിലാണ് എന്ന് വിചാരിച്ച് ഞാനത് അറിയാതിരിക്കുകയില്ല. ആ കാറ്റലോഗിൽ എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം നിയമങ്ങളുണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കും. അപ്പോൾ ആ കാറ്റലോഗ് മനസ്സിലാക്കാതെ ആ മൊബൈലിനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അധിക ആയുസ് അതിന് ലഭിക്കൂല എന്നുള്ളതാണ് വിഷയം. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. നമ്മുടെ ജീവിതത്തിന് വേണ്ട കാറ്റലോഗായിട്ട് ഖുർആനിൽ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മനസ്സിലാക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം ആ നേരത്തെ പറഞ്ഞ മൊബൈൽ പോലെ തന്നെ നാശത്തിലേക്കാണ് എത്തുക. അപ്പോൾ എൻ്റെ മൊബൈൽ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, എനിക്കെപ്പോഴും ഒന്ന് കഴുകി വൃത്തിയാക്കി സോപ്പുള്ള വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ട് നടക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല. നിർമ്മിച്ച ആൾ അതിനൊരു കാറ്റലോഗ് തന്നിട്ടുണ്ട്. അതിൽ വെള്ളത്തിലിടാൻ പാടില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും.
എൻ്റെ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മൈ മൈ ബോഡി മൈ ചോയ്സ്. എൻ്റെ എൻ്റെ ശരീരം എനിക്ക് തോന്നിയ പോലെ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെ ശരീരം തന്നെ അല്ല ഇത്. എൻ്റെ ശരീരമാണെങ്കിൽ ഇത്രയല്ല, ഇതിലേറെ സൗന്ദര്യമുള്ള ഒന്നായിട്ട് മാറുമായിരുന്നു. എൻ്റേതാണ് ശരീരമെങ്കിൽ എനിക്ക് പനി വരാൻ പാടില്ലായിരുന്നു. പക്ഷെ അതൊക്കെ വരുന്നു. അപ്പോൾ എൻ്റേതല്ല ശരീരം. പിന്നെ എങ്ങനെയാണ് എൻ്റെ ചോയ്സ് ആവുന്നത്? എൻ്റെ ചോയ്സും ആവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ അതിനൊക്കെ അള്ളാഹു നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളുടെ ഒരു കാറ്റലോഗ് എന്നുള്ള രീതിയിലാണ് ഖുർആനുള്ളത്. അതനുസരിച്ചല്ല എങ്കിൽ നേരത്തെ മൊബൈൽ കേടുന്ന പോലെ തന്നെ നമ്മുടെ ശരീരവും കേടുവരും എന്നർത്ഥം. അപ്പോൾ അതാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ പറയാറുള്ളത്, ഇപ്പോൾ ഖുർആൻ പഠിക്കാൻ നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ പറയാറുള്ളത് ഒരുപാട് പഠിക്കാനുണ്ട്. ഉമ്മാര് പറയും ട്യൂഷനുണ്ട് ഒരുപാട്. എൻ്റെ കുട്ടിക്ക് അവിടെ ട്യൂഷനുണ്ട്, ഇവിടെ ട്യൂഷനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഖുർആൻ പഠനത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മൾ മാറി നിൽക്കാറുള്ളത്. അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളും പറഞ്ഞിട്ട് ഒഴിവില്ല എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. എനിക്ക് ഖുർആൻ പഠിക്കാൻ ഒഴിവില്ല എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ യഥാർത്ഥത്തിൽ ഉ ഏഹ് ഉ ഈ ഒരു വാഹനവുമായിട്ട് നമ്മളിങ്ങനെ പോവാണ്. ജീവിതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ശരീരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവിതമായിട്ടുള്ള വാഹനവുമായിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയിക്കൊണ്ടിരിക്കുക ദൂര യാത്രയാണ്. ആ യാത്രയിൽ ഒരുപാട് തവണ പെട്രോൾ പമ്പുകൾ കാണുന്നുണ്ട്. ആ വാഹനത്തിന് ഇന്ധനം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പെട്രോൾ പമ്പുകൾ കാണുമ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്, നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോകാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു നേരമില്ല, സമയമില്ല, അതിനൊന്നും നേരമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വാഹനവുമായിട്ട് പോവുകയാണ് എങ്കിൽ ആ വാഹനത്തിന് അവസാനം എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതമാകുന്ന ഈ വാഹനവുമായി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഖുർആൻ എന്നുള്ള ഇന്ധനം നമ്മൾ നിറക്കാതെ പോയി കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായ വാഹനത്തിന് സംഭവിച്ച അതേ സംഗതിയാണ് നമുക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ സൃഷ്ടാവ് റബ്ബ് സുബ്ഹാനഹു വ തആല അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ ഖുർആനിലെ അക്ഷരങ്ങൾ അള്ളാഹുവിൻ്റെ അക്ഷരങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ഖുർആനിലെ അക്ഷരങ്ങൾ അള്ളാഹുവിൻ്റെ അക്ഷരങ്ങളായതുകൊണ്ടാണല്ലോ നമ്മൾ പറയല് ഖൈറുൽ കലാമി കലാമുല്ലാഹ്. അള്ളാഹുവിൻ്റെ കലാമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കലാമ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ശ്രേഷ്ഠമായ കലാമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഈ ഈ ഈ കലാമിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നിറച്ചു വെക്കാൻ സമയം കിട്ടാതെ പോകുന്നവരാണ് എങ്കിൽ നാശം ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. നേരത്തെ ആ വാഹനത്തിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി എന്തിനാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്റലോഗാണ്. രണ്ടാമത്തത് എൻ്റെ ജീവിതത്തിലേക്കുള്ള വെളിച്ചമാണ് ഖുർആൻ. നൂർ എന്നുള്ളതാണല്ലോ ഖുർആനെക്കുറിച്ച് ഖുർആൻ തന്നെ വിശേഷിപ്പിക്കുന്നത്. നൂറുള്ള അള്ളാഹുവിൻ്റെ വെളിച്ചമാണ് ഖുർആൻ എന്നുള്ളതാണ്. അപ്പോൾ ആ ഖുർആന് നൂറായതുകൊണ്ട് തന്നെ നമുക്കറിയാം, അത് ഒരു ടോർച്ച് എൻ്റെ കയ്യിലുണ്ട്. ഖുർആൻ എൻ്റെ കയ്യിലുണ്ട്. വെളിച്ചമാണ് ഖുർആൻ. ഖുർആൻ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ വീട്ടിലുണ്ട്, അലമാരയിലുണ്ട്, ഒക്കെയുണ്ട്. എൻ്റെ മൊബൈലിലുമുണ്ട് ഇപ്പോൾ. എൻ്റെ എല്ലാ ലാപ്ടോപ്പിലുണ്ട്, എല്ലാറ്റിലുമുണ്ട്. പക്ഷെ ഈ ടോർച്ച് എൻ്റെ കയ്യിലുണ്ട്, അലമാരയിലുണ്ട്, ഒക്കെയുണ്ട്. ആ ടോർച്ച് സ്വിച്ച് ഓൺ ചെയ്യാതെ ലൈറ്റ് അടിക്കാതെ നടന്നതുകൊണ്ട് ഒരു ഉപകാരമില്ലല്ലോ. അപകടത്തിൽ പറ്റുമല്ലോ. അപകടത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പല്ലേ? അതുപോലെ തന്നെയാണ് ഖുർആൻ്റെ കാര്യവും. ഖുർആൻ 2 ചട്ടയിൽ അകത്തുള്ള മുസഹഫിന് അത് നമ്മൾ മറിച്ചു നോക്കി അതിലെ ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നിറച്ചു വെക്കാതെ അതിങ്ങനെ കൊണ്ടു നടന്നു എന്നതുകൊണ്ട് നമുക്ക് വെളിച്ചമാവുകയില്ല, നമുക്ക് ഹുദയാവുകയില്ല, നേർവഴിയാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നേരത്തെ ടോർച്ച് ഓണാക്കാതെ ഇരുട്ടിലൂടെ പോകുന്ന പോലെ തന്നെ ആയിരിക്കും നമ്മുടെ അവസ്ഥ. അത് നമ്മൾ നാശത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഖുർആന് നമ്മളിപ്പോൾ ഖുർആൻ വെച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ വീട്ടിൽ എല്ലാ പുസ്തകങ്ങളുടെയും മുകളിലായിരിക്കും. നല്ലതാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടതും. പക്ഷേ എല്ലാ പുസ്തകങ്ങളുടെ മുകളിൽ മാത്രമായാൽ പോരാ. അത് എല്ലാ ആശയങ്ങളുടെയും മുകളിലാവണം ഖുർആന്. ഈ ചുറ്റുപാടുമുള്ള എല്ലാ ആശയങ്ങളുടെയും മുകളിൽ എൻ്റെ ഹൃദയത്തിൽ ഖുർആനായി മാറുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മളത് നേരത്തെ ടോർച്ച് അടിക്കുന്ന പോലെ തന്നെ അത് പഠിക്കണം, പഠിച്ച് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോഴാണ് അതിൻ്റെ വെളിച്ചം, നൂറ് നമുക്കുണ്ടാവുകയുള്ളൂ, ഹുദ നമ്മളിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഞാൻ എന്തിനാണ് ഖുർആൻ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖൈറായ മനുഷ്യൻ, ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാകണമെങ്കിൽ ഖുർആൻ അകത്തുണ്ടാകണം എന്നുള്ള. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല മനുഷ്യർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, മനസ്സ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പോലെ തുരുമ്പ് പിടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഔഷധം നമുക്ക് പറഞ്ഞു തന്നത് വിശുദ്ധ ഖുർആൻ. തിലാവത്തുൽ ഖുർആൻ
ദിക്റുൽ മൗത്ത് വ തിലാവത്തുൽ ഖുർആൻ എന്നുള്ള മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയും അതുപോലെ തന്നെ തിലാവത്തുൽ ഖുർആനുമാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മുടെ ഹൃദയം തുരുമ്പ് പിടിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഹൃദയം തുരുമ്പ് പിടിക്കാതിരിക്കാൻ, ഹൃദയത്തിലേക്ക് മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ എനിക്ക് ഈ ഒരു ഖുർആനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കണം. അതിനാണ് നമ്മൾ യൂസ് പോർട്ടലിലൂടെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഹൃദയത്തെ നമുക്കറിയാം ആൾതാമസമില്ലാത്തൊരു വീട് പോലെയാകും എന്നുള്ളതാണ്. ഖുർആൻ ഇല്ലാത്ത ഒരു മനസ്സ് ആൾതാമസമില്ലാത്തൊരു വീട് പോലെ. എന്തായിരിക്കും ആൾതാമസമില്ലാത്ത വീടിൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ അറിയാം. എല്ലാ വിധത്തിലുമുള്ള തോന്നിവാസങ്ങളും പ്രകൃതി ദ്രോഹികളായിട്ടുള്ള ആളുകളെല്ലാം അവിടെ ഒത്തിണങ്ങും. എല്ലാ ജീവജാലങ്ങളും അവിടെ ഉണ്ടാകും. അതുപോലെ ആയിരിക്കും നമ്മുടെ ഹൃദയം ഖുർആൻ ഇല്ലാതിരുന്നാൽ എന്നുള്ളതാണ്. അത് ഭയപ്പെടേണ്ട ഒരു രംഗമാണ്. മനസ്സിലേക്ക് എല്ലാവിധ ചീഞ്ഞ ചിന്താഗതികളും അടിഞ്ഞു ചേരുന്നൊരവസ്ഥ ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ തടുക്കുവാനും അതിനൊക്കെ മാറ്റി നിർത്തുവാനും നമുക്ക് ഖുർആൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ കുടുംബക്കാരാകുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അള്ളാഹുവിൻ്റെ കുടുംബക്കാരാകുവാൻ ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന് കുടുംബക്കാരുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ സഹാബിമാർക്കും വലിയ ആഗ്രഹം, ആരാണ് റസൂൽ, മൻഹും യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ ആരാണ് അള്ളാഹുവിൻ്റെ കുടുംബക്കാർ മനുഷ്യരിൽ നിന്നുള്ള. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെടുത്ത് എന്താണെന്നറിയോ, അഹ്ലുൽ ഖുർആൻ, നിങ്ങളാണ് ക്യൂ സ്പോട്ടിലെ പഠിതാക്കളായിട്ടുള്ള ഖുർആൻ പഠിക്കുന്ന ഈ കുട്ടികളുണ്ടല്ലോ, അവരാണ് അള്ളാഹുവിൻ്റെ കുടുംബക്കാരെന്ന് പറയുന്നത്. അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിൻ്റെ അഹ്ലുകാരാണ്, ഖുർആനിൻ്റെ ആളുകളാണ്, അവരാണ് അഹ്ലുൽ ഖുർആൻ, അള്ളാഹുവിൻ്റെ കുടുംബക്കാർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏഴാമത്തെ കാരണം, നമ്മൾ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ, ഞാൻ കുറഞ്ഞ സമയത്തിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാണ്. ഏഴാമത്തെ കാരണം, ഖുർആന് ഞാൻ പഠിക്കുന്നത് ഖുർആനിൻ്റെ ഒരു ഷഫാഅത്ത് എനിക്ക് കിട്ടാനുണ്ട്. പരലോകത്ത് ആരുടെയും ഷഫാഅത്തില്ലാത്ത നേരത്ത്, ആരുടെയും ശുപാർശയില്ലാത്ത നേരത്ത്, അള്ളാഹുവിനോട് ആരും എനിക്ക് വേണ്ടി ശുപാർശ പറയില്ല. നമ്മളോടിപ്പോൾ ഇഷ്ടമുള്ള ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ആരും തന്നെ എനിക്ക് വേണ്ടിയിട്ട് ശുപാർശ പറയുകയില്ല. അവിടെ ശുപാർശ പറയുവാൻ, ഷഫാഅത്ത് നടത്തുവാൻ ഉണ്ടാവുക ഖുർആനാണെന്നുള്ള. ഇഖ്റഉ അൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. ഖുർആൻ വരും പരലോകത്ത്, ഖിയാമത്ത് നാൾ ഖുർആൻ വരും. എന്നിട്ട് അള്ളാഹുവിനോട് ഷഫാഅത്ത് നടത്തും. ആർക്ക് വേണ്ടി? ഷഫീഅൻ ലി അസ്ഹാബിഹി, അതിൻ്റെ ആളുകൾക്ക് വേണ്ടിയിട്ട്. ഖുർആൻ്റെ കൂടെ നടന്നിട്ടുള്ള, ഖുർആൻ പഠിക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തിയിട്ടുള്ള, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് നടത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഖുർആൻ പഠിക്കുക എന്നുള്ളത്. ഖുർആൻ പഠിക്കുന്നതോടുകൂടി നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഷഫാഅത്തും കൂടെ കിട്ടാനുണ്ട് പരലോകത്ത്. അതാർക്കാ ലഭിക്കുക? അവിടെ റസൂലുള്ളാഹി എല്ലാ പ്രവാചകന്മാരും അവർക്ക് ലഭിക്കുന്ന ഉത്തരം ലഭിക്കുന്ന ഉറപ്പുള്ള പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പക്ഷെ റസൂൽ അത് മാറ്റിവെച്ചിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു, പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാവർക്കും വേണ്ടി ഷഫാഅത്ത് നടത്തും. പക്ഷേ പരിഗണിക്കാത്ത ഒരു ടീം, അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് തീരെ പരിഗണിക്കാത്തൊരു ടീമുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ, ഖുർആനെ ഈ ദുനിയാവിൽ നിന്ന് പരിഗണിക്കാത്ത ആളുകളാണ്. അവരല്ലാഹുവിൻ്റെ റസൂൽ പരിഗണിക്കുകയില്ല എന്നുള്ള. ഉമ്മത്തി 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 എന്നിങ്ങനെ പറഞ്ഞിട്ട്, എൻ്റെ സമുദായം എൻ്റെ സമുദായം എൻ്റെ സമുദായം എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ട് അവരുടെ കാര്യമൊന്ന് തീരുമാനമാക്കി കൊടുക്കണമേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, അള്ളാഹുവിൻ്റെ കലാമ് ഖുർആനെ പരിഗണിക്കാത്ത, ദുനിയാവിൽ വെച്ച് പരിഗണിക്കാത്ത ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ പരലോകത്തുനിന്ന് ഒരിക്കലും പരിഗണിക്കുകയില്ല എന്നുള്ള. അപ്പോൾ ആ പരിഗണന കിട്ടാനാണ് ഞാൻ ഈ ഖുർആനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കൂട്ടുകാരന്മാരെ, നമ്മൾ വൈകുന്നേരങ്ങളിൽ 15 മിനിറ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നിരന്തരമായി ഒരു വർഷത്തോളം തുടർച്ചയായിട്ട് നമ്മളത് ഉപയോഗിച്ചു. അൽഹംദുലില്ലാ, തുടക്കം മുതൽ അവസാനം വരെയുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. തുടക്കം മുതൽ, നമ്മൾ ഒന്നാമത്തെ ദിവസം മുതൽ അവസാനം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഈ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അള്ളാഹുവിൻ്റെ അഹ്ലുകാരാക്കട്ടെ. ഹദീസിൽ പറഞ്ഞ പോലെ, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് കുടുംബക്കാരുണ്ട്. അഹ്ലുൽ ഖുർആനാവുകാൻ അവർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഖൈറായ മനുഷ്യനാകുവാൻ, നേരായ വഴി കാണുവാൻ,
അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ ക്യൂ സ്പോട്ടിലൂടെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിലബസ് ഇവിടെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്ത പുതിയൊരു സിലബസുമായിട്ട് ഇൻഷാ അള്ളാഹ് ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള ഖുർആൻ പഠനത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് വന്നിട്ടുള്ള അതിൻ്റെ പ്രചാരണത്തിൽ നിങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ പ്രതിഫലം നൽകട്ടെ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്, പഠിക്കുവാനും പഠിപ്പിക്കുവാനും വേണ്ടി നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അവർക്കും അതിൻ്റെ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഖുർആന് വെളിച്ചമേകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അഹ്ലുൽ ഖുർആനായിട്ട് ഖുർആൻ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി അതിൻ്റെ ഖൈറും ബർക്കത്തും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ സിദ്നാ ഇൽമൻ നാഫിയ വഅമലൻ മുതഖബ്ബല വറിസ്കൻ ഹലാലൻ ത്വയ്യിബ. اللهم ربنا اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم ثبت أقدامنا في دينك. اللهم ثبت قلوبنا في دينك. اللهم طهر قلوبنا من الرياء. اللهم طهر قلوبنا من النفاق. ربنا زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.